ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. അതിന് വേണ്ടി വെണ്ടയ്ക്ക വാഷ് ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നീളമ്പാടാണ് കട്ട് ചെയ്യുന്നത്. അതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി വെച്ച് ചൂടാകാൻ വെക്കാം. ഇതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, അതൊന്ന് ചൂടായിട്ട് അത് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഊറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഓയിൽ ചേർക്കണം, കാരണം മെഴുക്ക് പുരട്ടി ആകുമ്പോൾ നന്നായിട്ട് എണ്ണ വേണ്ടതുണ്ട്. അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുത്ത് അത് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യാം. പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു മൂടി വെച്ച് മൂടി വേവിക്കാം. പിന്നെ മൂടി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തീയും കുറച്ച് വെച്ച് മൂടിയും വെച്ച് ഇച്ചിരി നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഞാനിങ്ങനെയാണ് മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും ഏകദേശം വേവായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഇളക്കി നോക്കുന്നതാണ്. ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വെച്ച വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി.